പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, എത്ര വേഗത്തിലാണല്ലേ ആഴ്ചകളോ ദിവസങ്ങളൊക്കെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഈ നമ്മളുടെ ശരിക്കും ജീവിതാവസാനത്തിന് മുൻപ് ഇന്ന് ഒരുപക്ഷെ ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ ഇന്ന് ബലിയർപ്പിച്ച് ഈശോയെ കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഒരു അഭിഷേകം. നല്ല പ്രിയ സഹോദരങ്ങളെ, നമുക്കത് ശരിക്കും ഈ ഒരു ഇന്ന് തിങ്കളായി നോക്കിയ നാളെയും മറ്റന്നാളും ചൊവ്വ ബുധനാഴ്ച രാത്രിയാണ് പാതിരാ കുർബാന. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസങ്ങൾ നമുക്ക് കുറേ കൂടി ആഗ്രഹത്തോടെ ക്രിസ്മസിനായിട്ട് ആത്മീയമായിട്ട് ഒരുങ്ങാനായിട്ട് ഭൗതികമായ ഒരുക്കങ്ങളൊക്കെ ക്രിസ്മസ് ഫ്രണ്ട്, അതുപോലെ തന്നെ ക്രിസ്മസ് കേക്ക്, പുൽക്കൂട്, അങ്ങനെയുള്ള കുറേ പരിപാടികൾ നമ്മൾ ഇതിനോട് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാലും എൻ്റെ ആത്മീയമായിട്ടുള്ള ഒരു ഒരുക്കത്തിനായിട്ട് നമുക്ക് കുറേ കൂടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തന പുസ്തകം 16:11. അവിടെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്: അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ഞാനിപ്പോൾ ഓർക്കാണ് സഹോദരൻ, ഒരു വരി ഞാനിപ്പോൾ ഓർക്കാണ്: എനിക്കാനന്ദമുണ്ട്, സന്തോഷമുണ്ട്, മനുഷ്യന്റെ വാക്കിനല്ല, ജീവനുള്ള വചനത്താലേ, ഇനി നിരാശനല്ല, ക്ഷീണിതനല്ല, സന്തോഷത്താൽ പൂർണ്ണനായിടും, സന്തോഷത്താൽ പൂർണ്ണനായിടും. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലിൽ ലഭിക്കുന്ന കൃപയാണ് ആനന്ദം. അതുകൊണ്ടല്ലേ വലിയ വേദനകളിലും ഞെരുക്കത്തിലും രോഗശൈലിയിലൊക്കെ കിടക്കുന്ന മക്കള് പക്ഷെ അവരുടെ മുഖത്ത് വലിയ സന്തോഷം, ആനന്ദമൊക്കെ കാണുന്നത്. നമ്മൾ പൂർണ്ണ ആരോഗ്യമുള്ള നമുക്ക് ഒരു ദിവസത്തിൽ കുറച്ച് നേരം പോലും സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഒരു ആനന്ദത്തിൻ്റെ ഒരു കൃപ കിട്ടുന്നില്ല. എന്നാൽ ഒരാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ കഠിനമായ ദാരിദ്ര്യത്തിൻ്റെ ഇടയിൽ, മറ്റുള്ളവരുടെ പരിഹാസങ്ങളുടെ ഇടയിൽ ആനന്ദത്തിന് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് യേശുക്രിസ്തുവുമായിട്ടുള്ള കണ്ടുമുട്ടലിലൂടെ ലഭിക്കുന്ന കൃപയാണ്. പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും ഈ കൃപ നാം നേടിയില്ലെങ്കിൽ, ഈ കൃപ ഈശോയിൽ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ വ്യർത്ഥമായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി കർത്താവെ, ഈ വചനത്തിൻ്റെ പൂർണ്ണത എന്നിൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കും, ഇപ്പോഴും എന്നേക്കും. ആമേൻ.